1886 140 വർഷങ്ങൾക്ക് മുമ്പേ ചിക്കാഗോയിലെ തൊഴിലാളികൾ സമരം നടത്തി രക്തം ചിന്തി നേടിയെടുത്തതാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം. അതിനുവേണ്ടി എത്രയോ രക്തസാക്ഷികൾ ചിക്കാഗോയിൽ പടഞ്ഞു വീണ് മരിച്ചു. അതിനുശേഷം ഒരു രാജ്യത്തെയും ജനത ആ 8 മണിക്കൂർ എന്നുള്ളത് വർദ്ധിപ്പിച്ചിട്ടില്ല. ഇപ്പം നിയമപരമായി 12 മണിക്കൂറാക്കുകയാണ്. 12 മണിക്കൂർ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ 6 മാസം, 1 വർഷം, 1.5 വർഷം, 2 വർഷത്തേക്ക് എടുക്കാം. പിന്നെ പിരിച്ചുവിടാം. അവർ യൂണിയൻ്റെ അകത്ത് ചേരാൻ പാടില്ല. ചേർന്ന് കഴിഞ്ഞാൽ അവരെ പിരിച്ചുവിടാം. പുറത്തുള്ള തൊഴിലാളി നേതാക്കന്മാർ യൂണിയന് നേതൃത്വം കൊടുക്കണ്ട. ആക്ടിൽ എന്ത് തന്നെ പറഞ്ഞാലും, ചട്ടത്തിൽ എന്ത് തന്നെ പറഞ്ഞാലും ഒരു സ്ഥാപനത്തിലെ മാനേജ്മെന്റിന് ചട്ടം ഉണ്ടാക്കാനുള്ള അധികാരം എവിടുത്തെ നിയമമാണിത്? എവിടത്തേക്കാണ് നമ്മുടെ രാജ്യത്തെ എത്തിച്ചത്? അവന്റെ മുമ്പിലുള്ള നമ്പർ 1 ശത്രു തൊഴിലാളിയാണ്, തൊഴിൽ സംഘടനയാണ്. കാരണം ഈ സംഘടനയാണ് മാറ്റത്തിന്റെ ശക്തി, വിപ്ലവത്തിന്റെ ശക്തി, പൊരുതുന്ന ശക്തി. ആ ശക്തിയെ ഇല്ലാതാക്കുക എന്നുള്ളത് സോഷ്യലിസം എന്ന് പറയുന്ന ആശയം രൂപം കൊണ്ട കാലഘട്ടത്തിൽ അനുബന്ധമായി രൂപം കൊണ്ടതാണ്. അന്ന് സാമ്രാജ്യത്വവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തൊഴിലാളി വർഗത്തെയും എങ്ങനെയാണോ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, അതിൻ്റെ പുതിയ പതിപ്പാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സിസ്റ്റമാറ്റിക്കായി, ക്രമാനുഗതമായി തൊഴിലാളികളെയും തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥാപനത്തെയും ഇല്ലാതാക്കുക. ഇതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിലെ ജനകോടികൾ, ഒരു തൊഴിലിന് വേണ്ടി ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് യുവാക്കൾ, അവരുടെ ഭാവിയാണ് അലങ്കോലപ്പെടുന്നത്. ഒരു സ്ഥലത്തെ ഒരു സംഘടിത ശക്തി ഇല്ലാതായാൽ പിന്നെ അവിടെ വിലപേശാൻ പറ്റില്ല, സംഘടിച്ച് പ്രതിഷേധം രേഖപ്പെടുത്താൻ പറ്റില്ല. ഒരടിമ വർഗത്തെ ഓരോ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെടുത്തുക. ഈ രൂപത്തിൽ തൊഴിലാളികളെയും തൊഴിലാളി സംഘടനകളെയും ഇല്ലാതാക്കി കോർപ്പറേറ്റുകളുടെ മൂലധനത്തിന് വിധേയമായി അവന്റെ മൂലധനത്തിന്റെ അനർഗളമായ ഒഴുക്കിന് വിഘാതം നിൽക്കാൻ ഒരു ശക്തിയും വേണ്ട എന്ന് തീരുമാനിച്ച് സാമ്രാജ്യത്വത്തിന് വിടുപണി ചെയ്യുന്ന, സന്ധി ചെയ്യുന്ന കുത്തക മുതലാളിമാരുടെയും നാടുവാഴികളുടെയും ജമ്മിമാരുടെയും ഏജന്റായി നമ്മുടെ രാജ്യം ഭരിക്കുന്ന മോഡി സർക്കാരിന്റെ എതിരായി ഈ ആപത്ത് മണത്തറഞ്ഞ് ജനകോടികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. 91-ൽ ഇടത് ട്രേഡ് യൂണിയനുകൾ സമരം നടത്തുന്ന സമയത്ത് അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്, കോൺഗ്രസ് പറഞ്ഞത് ഇന്ന് ഓർക്കുകയാണ്. എന്ത് പറഞ്ഞാലും ഇടതുപക്ഷക്കാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മനസ്സിലാകില്ല. നാടിന്റെ ഭാവിയെ ഓർത്തെങ്കിലും നിങ്ങൾ സമരം നിർത്തണമെന്നാണ് അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത്. ആദ്യം നമ്മൾ നടത്തിയ സമരം ചരിത്രത്തിൽ അങ്ങനെ ക്ലച്ച് പിടിച്ചിരുന്നില്ല. പിന്നീട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ ഫലം ഇന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. ഇതിനെതിരായി ശക്തമായൊരു നിലപാടെടുത്തതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ലേബർ കോഡുകൾ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് ഇന്ത്യ രാജ്യത്ത് പറഞ്ഞ ഏക സംസ്ഥാനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അതിനുവേണ്ടി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയെ കമ്മീഷനാക്കി ഇപ്പൊ വെച്ചു. ഇന്ത്യ രാജ്യത്തിലെ തൊഴിലാളികൾക്ക് മാതൃകയാണ് കേരളത്തിലെ ലേബർ വകുപ്പും അതുപോലെ തന്നെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സഖാവ് പെൺകുട്ടിയും. ഇവിടെ യോഗം വിളിച്ചു ചേർത്ത് ഇവിടെ അത് നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയും ഒരു ബദൽ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് മനസ്സിലാക്കണം. കോൺഗ്രസിന്റെ നിലപാടെന്താ? കർണാടകയിൽ ലേബർ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചട്ടം ഉണ്ടാക്കിയിരുന്നില്ല. ഇപ്പൊ ചട്ടം ഉണ്ടാക്കി ഞങ്ങൾ ഇത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് ശക്തമായ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഈ സമരത്തിന് അത് കുറച്ചുകൂടി ആശ്വാസമാകുമായിരുന്നു. 2019 രാജ്യസഭയിൽ അവർ കാട്ടിയിട്ടുള്ള അതേ സമീപനം തന്നെയാണ് ഇപ്പൊ കാട്ടിയിട്ടുള്ളത്. ഈ രൂപത്തിൽ കേന്ദ്രവുമായി ഏറ്റുമുട്ടേണ്ട ഘട്ടത്തിൽ അതിന് സാധിക്കാതെ സാഷ്ടാംഗം പറയുന്നു. ഇപ്പൊ ശക്തമായി പ്രതികരിക്കേണ്ടതാണ്. ഈ സമരത്തോടൊപ്പം നിൽക്കേണ്ടതാണ് INTUC-യും അതുപോലെ തന്നെ STU. എന്താ നിൽക്കാത്ത? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സഹായം കിട്ടണമെങ്കിൽ, RSS-ന്റെ സഹായം ചില മണ്ഡലത്തിൽ കിട്ടണമെങ്കിൽ അവരെ വെറുപ്പിക്കണ്ട. അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ. ഒരു ഭാഗത്ത് മതന്യൂനപക്ഷത്തിലെ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി മുന്നണി, മറ്റൊരു ഭാഗത്ത് ഭൂരിപക്ഷ ഭീകരവാദ സംഘടനകളുമായി സംഘപരിവാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്. രണ്ട് അഡ്ജസ്റ്റ്മെന്റുമാണല്ലോ ഇപ്പൊ നടത്തുന്നത്. ചർച്ചകളൊക്കെ നടത്തി, നമ്മുടെ ജില്ലയിൽ നടത്തി. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ പോകുന്നില്ല. സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അതിന് മറ്റൊന്ന് സ്ഥാനാർത്ഥികളെ. RSS-നാൽ നിയന്ത്രിക്കപ്പെടുന്ന NDA ഒരു ഭാഗത്തും ന്യൂനപക്ഷ ഭീകരവാദ സംഘടനകളാൽ നിയന്ത്രിക്കപ്പെടുന്ന UDF മറ്റൊരു ഭാഗത്തും. ഇവർ രണ്ടും കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം വരവിനെ തടയുന്നതിനുള്ള എല്ലാ ഗൂഢാലോചനയും ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതിന്റെ മറ്റൊരു ചിത്രമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴെങ്കിലും ഈ സമരത്തിൽ അവർ നിൽക്കേണ്ടതില്ലേ? ഈ തൊഴിലാളികളോട് എന്തെങ്കിലും കൂറുണ്ടെങ്കിൽ. ഇനി അതൊന്നും വേണ്ട. നമ്മുടെ കേരളത്തിലെയും നമ്മുടെ പാലക്കാട് ജില്ലയിലെയും കർഷകർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുത്ത 6.33%, 6.33 രൂപ, 6 രൂപയും 33 പൈസയും ഒരു കിലോ നെല്ലിന് നമ്മൾ അധികമായി കൊടുക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് എവിടെയില്ല. അവർ തന്നിട്ട് കൊടുക്കുന്നതല്ല. അവരൊരു കിലോ നെല്ലിന് 22 രൂപ 70 പൈസ തരണം. അതും തരുന്നില്ല. 2200 കോടി രൂപ ഇപ്പൊ ബാക്കിയാണ്. നിങ്ങൾ ഉൽപാദന ബോണസ് കൊടുക്കണ്ട. ഇപ്പൊ തന്നെ നെല്ലിന്റെ ഉൽപാദനം കൂടുതലാണ്. ഡിമാൻഡ് കുറയും അധികം ഉൽപാദനം ഉണ്ടായാൽ. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഖജാനാവിൽ നിന്ന് കൊടുക്കണ്ട എന്ന് കേന്ദ്രം പറഞ്ഞിട്ട് പോലും ഒരക്ഷരം ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ MP-മാർ ഇവർക്കെതിരായി പറയുന്നുണ്ടോ? പാലക്കാട്ടെ കൃഷിക്കാരെ പറ്റിച്ചില്ലേ? എന്തായിരുന്നു നമുക്കെതിരായിട്ടുള്ള പ്രചരണം? അപ്പൊ നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമല്ലേ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധിയോടുള്ള പേര്, ആ നെഹ്റുവിനെ എങ്ങനെയാണോ തമസ്കരിച്ചത് അതേപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു സംരംഭങ്ങളും വേണ്ട. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അതും ഇല്ലാതാക്കുകയാണ്. മഹാത്മാഗാന്ധിയോടുള്ള പേരിനോടുള്ള വെറുപ്പ് ഇപ്പൊ പ്രകടമാണ്. നെഹ്റുവിനെ തമസ്കരിച്ചതുപോലെ തന്നെ മഹാത്മാഗാന്ധിയെ തമസ്കരിക്കാൻ പോവുകയാണ്. ചില പേരുകളും ചില സംഭവങ്ങളും എപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതാണ്. ചരിത്രം എന്ന് പറയുന്നത് തമസ്കരിക്കാനുള്ളതല്ല, ഓർമ്മപ്പെടുത്താനുള്ളതാണ്. അതുകൊണ്ട് ചില സംഭവങ്ങൾ, ചില പ്രദേശങ്ങൾ നമ്മൾ പറയുമ്പോൾ അവർക്ക് കുറച്ച് പൊള്ളും. കാരണം അത് പറയുമ്പോൾ പലതും ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. ഇപ്പം മഹാത്മാഗാന്ധിയുടെ പേരും തമസ്കരിച്ചുകൊണ്ട് ആ പദ്ധതിയും പൊളിക്കുകയാണ്. ആ തൊഴിലുറപ്പ് പദ്ധതി ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കൊണ്ടുവന്നതാണ്. ആദിവാസിക്കുള്ള ഭൂമി കൊടുക്കൽ അന്ന് നമ്മൾ കൊണ്ടുവന്നതാണ്. ആ രൂപത്തിൽ ശ്രദ്ധേയമായ ഒട്ടേറെ നടപടികൾ ഒന്നാം UPA ഗവൺമെന്റിനെ കൊണ്ട് നമുക്ക് നടപ്പിലാക്കിക്കാൻ കഴിയും. അന്നും കോൺഗ്രസ് മനസ്സില്ലാ മനസ്സോടെയാണ് ഇതിനോടൊപ്പം നിന്നത്. ഇന്ന് നമ്മൾ പ്രകടമായി കാണുകയാണ്. ഇപ്പോഴെങ്കിലും ഈ കേരളത്തിലെ കൃഷിക്കാരെ ഓർത്ത്, പാലക്കാട്ടെ കൃഷിക്കാരെ ഓർത്ത് BJP-ക്കെതിരായി ഈ പ്രക്ഷോഭത്തിൽ അണിനിരക്കേണ്ടതാണ്. ഒന്നുമില്ല. ഇതാണ് പണ്ട് ശിവദാസ മേനോൻ പറഞ്ഞതുപോലെ, ഇത് രണ്ടും എളാപ്പ മൂത്താപ്പ മക്കളാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. അതുകൊണ്ട് BJP-യെ പോലെ തന്നെ എതിർക്കേണ്ട ഒരു ശക്തിയാണ് കേരളത്തിലെ കോൺഗ്രസും. അവർ നേതൃത്വം കൊടുക്കുന്ന രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മൂന്നാം വരവ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയാൽ മാത്രമേ
ഇന്ത്യ രാജ്യത്തിന് പ്രതീക്ഷയുള്ള ഒരു ബദൽ സംസ്ഥാനം ഇവിടെ ഉണ്ടാകുകയുള്ളൂ. അതിന് കുറേ പണികൾ ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഗുണം ഇപ്പം ജനങ്ങൾ അനുഭവിക്കുകയാണ്.